ബാച്ചിലേഴ്സിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ചെയ്ത് നോക്കിയാലോ. പാൻ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ജീരകം ഇട്ട് കൊടുക്കുക, 2 ഏലക്ക ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. മീഡിയം വലുപ്പത്തിലുള്ള സവോള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവോള ഒന്ന് വരണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി. നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ സവോളയ്ക്ക് കണക്കാക്കിയിട്ട്. ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഓൾറെഡി ചിക്കൻ വെന്ത് വരുമ്പം കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഗ്രേവി ആയിട്ട് ഇല്ല ചാറായിട്ട് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണ്ടവർക്ക് ആഡ് ചെയ്യാം, വേണ്ടാത്തവർക്ക് കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കറി നല്ലപോലെ കുറുകി കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തത്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ വലിയ കുക്കിങ്ങുകാർക്കുള്ള ചിക്കൻ കറി റെസിപ്പി അല്ല. ഇത് ബാച്ചിലേഴ്സിന്, കുക്കിംഗ് അറിയാത്തവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. അപ്പം നമുക്ക് ബാച്ചിലേഴ്സിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ചെയ്ത് നോക്കിയാലോ.